തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അതിവാത്സല്യമായ സർവസ്താംനാഥ ഒരു പ്രാവശ്യമുടെ കർത്താവേ, ശുശ്രൂഷയിൽ കൂടെ തന്നെ ജനത്തെ നയിക്കാൻ എടുക്കുന്ന അവൻ കൃപകൾക്കായ നദിയോട് സ്തോത്രം പിതാവേ. കർത്താവ് നിൻ്റെ കൃപകളുടെ സാന്നിധ്യം ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും കർത്താവേ, എവിടെയായിരുന്നാലും കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവരോട് ഇടപെടുകയും കർത്താവേ, നിൻ്റെ കൃപയെ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വചനം അങ്ങയുടേതാണ്, അടിയൻ അങ്ങയുടേതാണ് കർത്താവ് ജനം അങ്ങയുടേതാണ്. ഏറ്റവും ലളിതമായി വചനം തൻ്റെ ജനത്തിൽ എത്തിക്കുക മാത്രമല്ല കർത്താവ്, വചനം സ്വീകരിക്കത്തക്കോണം അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടാലും പ്രാർത്ഥിക്കുന്ന കർത്താവ് നിൻ്റെ കൃപയിൽ കർത്താവെ, അവിടുന്ന് ഓരോ നിമിഷവും ഓരോ ദിവസവും ഞങ്ങളെ പരിശുദ്ധാത്മാവാൽ വഴി നടത്തത്തക്കോണം അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് സാക്ഷിക്കുന്ന പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവിട്ട കൃപകളാൽ ഈ വർഷത്തിൻ്റെ ഇത്രത്തോളം ദൈവം നമ്മളെ വഴി നടത്തിയ എല്ലാ നന്മകളെ ഓർക്കാൻ നോക്കും. എപ്രകാരമാണ് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലൊക്കെ ദൈവം ഇത്രത്തോളം നമ്മെ നിലനിർത്തിയിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ പലപ്പോഴും കാണുന്നത് വേദനകരമായ സാഹചര്യങ്ങളും പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യങ്ങളുമാണ്. അതിൻ്റെ മധ്യത്തിലാണ് ദൈവം എന്നെയും നിങ്ങളെയും ഈ സമയത്ത് ഇപ്രകാരം നയിക്കത്തക്കോണം ദൈവം ഇടയാക്കിയത്. പ്രത്യേകിച്ചും ഇന്ന് ലോകത്തിലെമ്പാടും നാം കേൾക്കുന്നത് പൊടുന്നനെയുള്ള യുവതലമുറകളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ വേർപാടുകളാണ്. ഒരസ്വസ്ഥതയോ ഒരു അനാരോഗ്യം ഒന്നും കേൾക്കുവാൻ കഴിയുന്നില്ല. അപകടങ്ങൾ, മറ്റ് പ്രതിസന്ധികളൊക്കെ കടന്നു വന്ന് ഈ ഭൂമുഖം വിടുന്ന അവസ്ഥ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഇന്ന് പലവിധ ക്ലേശങ്ങളുടെ മധ്യത്തിലാണ്, സംഘർഷങ്ങളുടെ മധ്യത്തിലാണ് കടന്നു പോകുന്നത്. ശാരീരികമായ ക്ലേശങ്ങൾ കാണും, മാനസികമായ സംഘർഷങ്ങൾ കാണും, സാമ്പത്തിക പ്രതിസന്ധികൾ കാണും. ഇതിനൊക്കെ ഭദ്രത ലഭ്യമാകത്തക്കോണം നാം ഓടുമ്പോൾ അത് എവിടെ നിന്ന് ലഭിക്കുമെന്നുള്ള ചിന്തകളോടെ നാം പരക്കം പായുമ്പോൾ, ശുശ്രൂഷകളായാലും ദേവാലയങ്ങളായാലും നാം കടന്നു പോകുന്ന പ്രാർത്ഥനാ കൂട്ടായ്മകളിലായാലും അത് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ലഭ്യമാകാതെ കടന്നു വരുമ്പോൾ പിന്നെയും അതിനെ തേടിയുള്ള പരക്കം പായ്ച്ചലാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ചിന്തിക്കാതെ പോകുന്നത്, നാം എവിടെ കടന്നുപോയാലും ആരുടെ അടുക്ക കടന്നുപോയി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞാലും ഈ പ്രാർത്ഥനയൊക്കെ എത്തുന്ന ഒരു സ്ഥലമാണ്, ഈ കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവിനല്ലാതെ മറ്റാർക്കും നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്നൊരു വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ആവശ്യമാണ്. അനുഗ്രഹപൂർണമായ നമ്മുടെ ജീവിതത്തിൽ ഈ വർഷം ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സ്വർഗാരോഹണവും കർത്താവിൻ്റെ പെന്തക്കോസ്ത് പെരുന്നാൾ നമ്മയൊക്കെ അതിലൊക്കെ സംബന്ധിക്കുവാൻ ദൈവം ഇടയാക്കി. ഇവിടെയൊക്കെ നാം സംബന്ധിക്കുമ്പോൾ നാം അത് സഭ നിഷ്കർഷിച്ച് ഉള്ള ഒരു ആരാധനയിൽ സംബന്ധിക്കുകയാണോ, അതോ ഞാൻ ഇവിടെ സംബന്ധിക്കുമ്പോൾ എനിക്ക് കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും ആശ്വാസവും വിടുതലും സ്വാതന്ത്ര്യവും ലഭ്യമാകുമെന്നുള്ളൊരു വിശ്വാസമുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ അതിശ്രേഷ്ഠ കൃപകൾ പെന്തക്കോസ്ത് പെരുന്നാളിൽ അനുഭവമാക്കിയ സ്ലീഹന്മാർ മുമ്പോട്ടുള്ള പ്രവർത്തന മേഖലകളിൽ നാം കേൾക്കുവാൻ ഇടയാകുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 3:16 ഇപ്രകാരമാണ് പറയുന്നത്: അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിക്കുവാൻ കാരണമായി തീർന്നത് അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുകെ ഈ സൗഖ്യം പ്രാപിക്കുവാൻ ഹേതുവായി തീർന്നു. സുന്ദരം എന്ന ഗോപുരത്തിന്റെ മുമ്പിലിരിക്കുന്ന ഒരു മുടന്തനായ ഭിക്ഷക്കാരനെ പറ്റിയാണ് പറയുന്നത്. നാം അവിടെ നോക്കുമ്പോൾ അന്നത്തെ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും ഈ അപ്പോസ്തല പിതാക്കന്മാരുടെ ജീവിതത്തിൽ
അതുവരെ പ്രവർത്തിക്കുവാൻ കഴിയാത്ത പല കാര്യങ്ങളാണ് അവർ പ്രവർത്തനം ആരംഭിച്ചത്. എപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരുടെ മേൽ വന്നത്? പിന്നെ അപ്പോൾ അവിടെ പറയുന്നത്, അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്നു. ഇവൻ ബലം പ്രാപിക്കുവാൻ കാരണമായി തീർന്നു. ആരുടെ നാമം? കർത്താവിൻ്റെ നാമം. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ 14:13-14 കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങൾ, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതെന്തും ഞാൻ ചെയ്തു തരും. എന്നോട് അപേക്ഷിക്കുന്നത് എന്തും ഞാൻ ചെയ്തു തരും. പക്ഷെ അവിടെ ഒന്ന് രണ്ട് കാര്യം ഒന്ന്, എൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിലാണ് അപേക്ഷിക്കേണ്ടത്. അവിടെ വ്യക്തമായി കർത്താവ് പറയുന്നത് എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് എന്തുകൊണ്ട് പിതാവ് ചെയ്തു വരും? പുത്രൻ മഹത്വീകരിക്കേണ്ടതിന്. പിതാവാം ദൈവം പുത്രനെ ഈ ഭൂമുഖത്ത് അയച്ചിരിക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൻ്റെ പ്രയാസ പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുവാനും പാപമംഗലമായ ജീവിതത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാനും അവർക്കൊരു പുനർജീവൻ നൽകുവാൻ, ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നയിക്കത്തക്കവണ്ണം ഇടയാക്കുവാൻ വേണ്ടിയാണ് പിതാവ് പുത്രനെ അയച്ചിരിക്കുന്നത്. അപ്പോൾ ആ പുത്രനെ മഹത്വീകരിക്കേണ്ടത് പിതാവിൻ്റെ ആവശ്യമാണ്. കാരണം തൃത്വത്തിൽ രണ്ടാമനെങ്കിലും ഒരുപോലെ ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നവരാണ് ഈ മൂന്ന് പേരും, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ കൂടെ പുത്രനെയും പിതാവിനെയും മഹത്വീകരിക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത്. എനിക്ക് അതിശ്രേഷ്ഠ കൃപകളുണ്ടെന്ന് വെച്ചാൽ ഞാൻ ചിന്തിച്ച് എന്നെ തന്നെ മഹത്വീകരിക്കാൻ ഞാൻ പരിശ്രമിച്ചാൽ പലപ്പോഴും അവിടെ പിതാവിന് പ്രവർത്തിക്കുവാൻ കഴിയില്ല. കാരണം മഹത്വം ദൈവത്തിന് മാത്രമാണ് നാം എപ്പോഴും കരയേണ്ടത്. ആര് പ്രാർത്ഥിച്ചാലും, എവിടെ പ്രാർത്ഥിച്ചാലും, എങ്ങനെ പ്രാർത്ഥിച്ചാലും ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ദൈവം മാത്രമാണ്. മനുഷ്യനൊരു അതിൻ്റെ ഒരു ഉപകരണം മാത്രമാണ്. കാലാകാലങ്ങളിൽ യഹോവയായ ദൈവം പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും ഇടയന്മാരെയും ഒക്കെ അന്ന് ആ കാലങ്ങളിൽ ഉയർത്തിയത് ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി. ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ ജനത്തിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനയിലേക്ക് തൻ്റെ ജനത്തെ നയിക്കുവാൻ വേണ്ടിയായിരുന്നു. ഇന്ന് നാം ചുറ്റും നോക്കുമ്പോൾ അനേകമായ കൊച്ചു കൊച്ചു കൂട്ടായ്മകളും പ്രാർത്ഥനാ ശുശ്രൂഷകളും പലപ്പോഴും കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഏറ്റവും പ്രാഗൽഭ്യത്തോടെ പ്രവർത്തിച്ചവരുടെ അനേക വീഴ്ചകളാണ് ഇന്ന് നാം സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നത്. അതിന് കാരണം എന്താണ്? നമ്മെ ദൈവം എടുത്ത് വളർത്തുമ്പോൾ അത് എൻ്റെ പ്രയത്നം കൊണ്ടുള്ള വളർച്ചയാണെന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന് പ്രയത്നിക്കുവാൻ കഴിയാത്ത അവസരം കടന്നു വരും. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് അവിടെ മങ്ങൽ ഏൽക്കുവാൻ ഇടയാകും. തന്മൂലം തന്നെ നയിച്ചു കൊണ്ടിരുന്ന കാര്യസ്ഥനെന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കോട്ടം വരുവാൻ ഇടയാകും. അപ്പോഴാണ് ആത്മീയ മേഖലകളിൽ എത്രയോ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അനേകര് വീണുപോകുവാൻ ഇടയാകുന്നത്. ലോകമോഹങ്ങളിലേക്ക് പ്രതിയോഗി അവരെ നയിക്കുമ്പോൾ, അവിടെ ചിന്തകളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അവിടെ വീഴ്ചകളുടെ ആരംഭമാണ്. ഇവിടെ അപ്പോസ്തല പിതാക്കന്മാരുടെ ജീവിതത്തിൽ ഇത്രമാത്രം ശക്തമേറിയ അഭിഷേകം നടന്ന് അവരുടെ പ്രവർത്തനത്തിന് എപ്പോഴും അവർ മഹത്വീകരിച്ചു കൊണ്ടിരുന്നത് കർത്താവിനെയാണ്. 1 യോഹന്നാൻ 5:14-15 വായിക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് പറഞ്ഞ കാര്യം യോഹന്നാൻ ശ്ലീഹ ഒന്നുകൂടെ ആവർത്തിക്കുന്നുണ്ട്. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ഉറപ്പാകുന്നു. നമുക്ക് അവനോടുള്ള ഉറപ്പാകുന്നു. നാം എന്തപേക്ഷിച്ചാലും നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോടുള്ള അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. നമുക്ക് ലഭിച്ചും എന്നും അറിയുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് എടുത്തു പറയുന്ന അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ, ആരുടെ ഇഷ്ടപ്രകാരം? കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നാം അപേക്ഷിക്കണം.
എൻ്റെ ഹിതം നിറവേറ്റാനല്ല, നിന്റെ ഹിതം നിറവേറ്റണമെന്നാണ് കർത്താവ് പറഞ്ഞത്. അതായത് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റത്തക്കോണമാണ് എന്നെയും നിങ്ങളെയും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ലോകത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും അന്ധകാരങ്ങളുടെ മധ്യത്തിൽ കടന്നു പോകുന്നവരെ വീണ്ടെടുക്കത്തക്കോണം ആണ് കർത്താവ് എന്നെയും നിങ്ങളെ നിയമിച്ചിരിക്കുന്നത്. അതാണ് കർത്താവിൻ്റെ ദൗത്യം. സുവിശേഷം എത്തിക്കുക എന്ന് പറയുമ്പോൾ അന്ധകാരത്തിൽ ജീവിക്കുന്നവരുടെ മധ്യത്തിൽ കടന്ന് കർത്താവിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുവാനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുമെന്നുള്ളത് നമുക്ക് അവനോടുള്ള ഉറപ്പാണ്. അതായത് കർത്താവ് പറയും, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് അപേക്ഷിച്ചാലും, കർത്താവിൻ്റെ നാമത്തിൽ നാം അപേക്ഷിക്കണമെങ്കിൽ നമുക്ക് കർത്താവുമായിട്ട് അപ്രകാരം ഒരു ബന്ധത്തിലേക്ക് കടന്നു വരണം. കർത്താവിന് ഹിതമുള്ള കാര്യങ്ങൾ ഞാൻ യാചിക്കുമ്പോൾ കർത്താവ് അത് പ്രവർത്തിക്കുമെന്നുള്ളൊരു വിശ്വാസവും വേണം. നമുക്കറിയാം, എബ്രായ ലേഖനത്തിൽ വിശ്വാസത്തെപ്പറ്റി ഇപ്രകാരമാണ് പറയുന്നത്: വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം. നാം ആ പ്രത്യാശിക്കുന്നതേയും കാണാത്ത കാര്യം ദൈവഹിത പ്രകാരമായിരിക്കണം. എൻ്റെ മഹത്വത്തിനും എൻ്റെ നന്മയ്ക്കായും എൻ്റെ ഭവനത്തിൻ്റെ മേന്മയ്ക്കായും ഉള്ള പ്രവർത്തനത്തിലേക്കാണല്ല, വിശ്വസിക്കാനല്ല കർത്താവ് പറഞ്ഞത്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ദൈവത്തെ മഹത്വീകരിക്കുന്ന പ്രവർത്തനത്തിലേക്കുള്ള വിശ്വാസത്തിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു വരുന്നത്. യാക്കോബ് 5:15 ഇപ്രകാരമാണ് പറയുന്നത്: എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അവിടെ യാക്കോബ് യഥാർത്ഥത്തിൽ അസ്വസ്ഥതയിൽ കടന്നു പോകുന്നവർക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതായത് മൂപ്പന്മാരെ വിളിച്ച് എണ്ണ തേച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ ആ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും. നമുക്കറിയാം, പണ്ടുകാലത്തിൽ ചില സഭകളുണ്ടായിരുന്നു. അവർ ആശുപത്രികളോ വൈദ്യന്മാരെയോ കാണാനിടയാക്കാതെ ആ ജനം ഒരുമിച്ച് ഒരു വ്യക്തി അസ്വസ്ഥതയിൽ കടന്നു പോകുമ്പോൾ അവരുടെ ഭവനത്തിൽ നിരന്തരമായ പ്രാർത്ഥനയും ഉപവാസത്തോടെ അവരെ വീണ്ടെടുക്കുവാൻ അല്ലെങ്കിൽ സൗഖ്യത്തിലേക്ക് വഴി നടത്തുന്ന അനേക സാക്ഷ്യങ്ങളുള്ള ഒരു കാലയളവുണ്ടായിരുന്നു. ഇന്ന് എന്തുകൊണ്ടാണ് നമുക്ക് അപ്രകാരം ഉള്ള ജീവനുള്ള സാക്ഷ്യത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ പോകുന്നത്? ഇന്നത്തെ ആധുനിക ലോകത്തിൽ പലപ്പോഴും നാം ആശ്രയിക്കുന്നത് ആധുനികമായ ചികിത്സാ കേന്ദ്രങ്ങളിലും ആധുനികമായ ചികിത്സാ മേഖലകളിലേക്കുമാണ്. നാം എങ്ങനെ അവിടെ കടന്നു പോകുവാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ പ്രിയ സഹോദര സഹോദരി, ഇന്നും കർത്താവിന് നമുക്ക് സൗഖ്യം നൽകുവാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ, ആ വിശ്വാസത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറ്റുക മാത്രമല്ല കർത്താവ് ചെയ്യുന്നത്, പക്ഷെ അതിന് സാക്ഷ്യമാക്കുവാനും കർത്താവ് ഇടയാക്കും. എന്തു രോഗവുമായിക്കൊള്ളട്ടെ, എന്ത് വേദനയുമായിക്കൊള്ളട്ടെ, ലോകം പറയുമായിരിക്കും ഇനി നിങ്ങൾക്ക് അധികം കാലമില്ലെന്ന്. പക്ഷെ കാലവും തീയതിയും നിശ്ചയിക്കുന്ന എൻ്റെ കർത്താവ് നിശ്ചയിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വരികയില്ലെന്നുള്ളൊരു വിശ്വാസം വേണം പ്രിയ സഹോദര സഹോദരി. ഇന്ന് പലപ്പോഴും നമുക്കതില്ലാതെ പോകുന്നത്, നാം ഒരു വൈദ്യനെ കാണുമ്പോൾ അവർ പറയുന്ന പല കാര്യങ്ങൾ നമ്മളെ ഭയത്തിലേക്കാണ് തള്ളിയിടുവാൻ ഇടയാക്കുന്നത്. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്ര വലിയ അസ്വസ്ഥയുടെ മധ്യത്തിൽ കടന്നു പോകുന്നെങ്കിലും, എത്ര വലിയ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കടന്നു പോകുന്നെങ്കിലും, നമ്മുടെ വിശ്വാസം ദൈവത്തിന് കർത്താവിൽ പൂർണ്ണമായി ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ നമുക്ക് ഓരോരുത്തർക്കും രുചിച്ചറിയുവാൻ ഇടയാകും. അപ്പോസ്തല പ്രവൃത്തി 3:6-8 വരെ, അതായത് ഈ 16-ാം വാക്യത്തിൽ വായിച്ച കാര്യങ്ങളുടെ പശ്ചാത്തലം നാം ഒന്ന് നോക്കുകയാണെങ്കിൽ 3:6-8 വരെ. അപ്പോൾ പത്രോസ്
വെള്ളിയും പൊന്നും എനിക്കില്ല, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു. അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവനെ വലങ്കൈക്ക് പിടിച്ചു എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ പാദങ്ങളും ക്ഷണത്തിൽ അവന്റെ പാദങ്ങളും കണങ്കാലികളും ബലം പ്രാപിച്ചു. കനങ്കായികളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ പ്രവേശിച്ചു. അവരോടുകൂടെ ദേവാലയത്തിൽ പ്രവേശിച്ചു. ഇത് ആരെ പറ്റിയാണ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ 3:2 ആദ്യം ഒന്ന് വായിച്ചിട്ട് പിന്നെ വരാം നമുക്ക്. അമ്മയുടെ ഗർഭാശയം മുതൽ അമ്മയുടെ ഗർഭാശയം മുതൽ മുടന്തനായ ഒരുവനെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. മുടന്തനായ ഒരുവനെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിക്കുവാൻ ഭിക്ഷയാചിക്കുവാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ദിനം പ്രതി ഇരുത്തുമായിരുന്നു. ദിനം പ്രതി ഇരുത്തുമായിരുന്നു. ജന്മനാൽ അത് പറയുന്ന അമ്മയുടെ ഉദരം മുതൽ അവന് മുടന്തനായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പത്രോസ്ലീഹ അവനെ കാണുമ്പോൾ അവനെ നോക്കി പറയുന്നത് എൻ്റെ കയ്യിൽ പൊന്നും വെള്ളിയും ഒന്നുമില്ല. കാരണം അവൻ ആ പത്രോസ്ലീഹയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവൻ അത് ആഗ്രഹിച്ചിട്ടായിരിക്കും ഇവരെന്തെങ്കിലും എനിക്ക് ദാനധർമ്മമായി തരുമല്ലോ. അവിടെ പറയുന്നത് എനിക്ക് പൊന്നും വെള്ളിയും ഒന്നുമില്ല, പക്ഷെ എനിക്കുള്ളതൊന്നുണ്ട്. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമം, ഈ ലോകത്തിൽ ഒറ്റ നാമം മാത്രമേ ഉള്ളൂ, എൻ്റെ കർത്താവിൻ്റെ നാമം. എത്ര വലിയ പ്രതിസന്ധിയായാലും വിടുവിക്കുവാൻ കഴിയുന്ന എൻ്റെ കർത്താവിൻ്റെ നാമം. ആ നാമത്തിൽ എന്നെയും നിങ്ങളെയും സമർപ്പിക്കുകയാണെങ്കിൽ, ഇന്ന് വേദനകളുടെ താഴ്വരയിൽ കടന്നു പോവുകയാണെങ്കിൽ, ചികിത്സിക്കുവാൻ കഴിയാത്ത അസ്വസ്ഥയുടെ മധ്യത്തിൽ കടന്നു പോവുകയാണെങ്കിൽ, ലോകം നിങ്ങൾക്ക് വിധി എഴുതി കാണും. പക്ഷെ ആ വിധിയെ മാറ്റുവാൻ കഴിയുന്ന കർത്താവാണ് എൻ്റെയും നിങ്ങളുടെയും കർത്താവ് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ നമ്മളെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ എനിക്ക് വിടുതലുണ്ടെന്ന് നാം ഉച്ചത്തിൽ പറയുവാൻ കഴിയുമോ? അപ്രകാരം പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ ഈ മുടന്തനെ എഴുന്നേൽപ്പിച്ച കർത്താവ് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ഭവനത്തിൽ ആ സൗഖ്യം, ആ വിടുതൽ അനുഭവിക്കുവാൻ കഴിയും. പക്ഷെ ആ വിശ്വാസം വേണം. ഇന്നും ആ കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം. നമ്മുടെ ചുറ്റും എത്രയോ ഇപ്രകാരമുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ആ സാക്ഷ്യങ്ങളിൽ പോലും നമുക്ക് വിശ്വാസമില്ലാതെ പോകുന്ന അവസ്ഥകളാണ്. ഇങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയുമോ? കർത്താവ് ഇത് ചെയ്യുവാൻ കഴിയുമോ? കർത്താവിനാൽ അസാധ്യമായതൊന്നുമില്ലെന്ന് നാം മനസ്സിലാക്കണം. കാരണം ഇവയൊക്കെ സൃഷ്ടിച്ചത് കർത്താവ് തന്നെ. സൃഷ്ടികർത്താവാൽ അസാധ്യമായത് ഒന്നുമില്ലെന്ന് നാം മനസ്സിലാക്കണം. നാം മുമ്പോട്ട് വായിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 15:22-24 വരെ വായിക്കുമ്പോൾ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുവിൻ. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുവിൻ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ, ആരെങ്കിലും തങ്ങളുടെ ഹൃദയത്തിൽ സംശയിക്കാതെ, താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട്, താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഈ മലയോട് പോയി കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ, ഈ മലയോട് പോയി കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ, അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും, അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ. യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട്, എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കും, അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ കർത്താവ് വ്യക്തമായി പറയുന്നത് ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയിക്കുന്നത് സംഭവിക്കും. പക്ഷേ ആ പറയുന്നത് എന്താണെന്നൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിന് മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും. അവിടെ ഉപമയ അല്ലെങ്കിൽ ഒരു കാര്യമായിട്ട് പറയുന്നത് ഈ മലയെ വെള്ളത്തിൽ പോകും. കാരണം മലയെ ഒരിക്കലും എണ്ണച്ച് വെള്ളത്തിൽ പോകുവാനോ തള്ളിയിടുവാനോ ആർക്കും കഴിയുകയില്ല.
എത്ര കഠിനമേറിയ ഒരു കാര്യമായാലും അല്ലെങ്കിൽ അസാധ്യമായ കാര്യമായാൽ പോലും വിശ്വാസത്തിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവാണ് നമുക്കുള്ളതെന്നുള്ള ബോധ്യം നൽകുകയാണ്. നാം ഇപ്രകാരം ജീവിക്കുമ്പോൾ മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് ആ പ്രാർത്ഥന കേൾക്കുകയില്ല. നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചാൽ കർത്താവ് പലപ്പോഴും ആ പ്രാർത്ഥന കേൾക്കാതെ ഇരിക്കുന്നത് അത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവിടെ എവിടെയാണ് ദൈവത്തിന് മഹത്വം? ദൈവത്തിന് മഹത്വീകരിക്കുന്ന പ്രാർത്ഥനയാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് നാം 1 യോഹന്നാന്റെ പുസ്തകത്തിൽ അന്ന് വായിച്ചത്, അവൻ്റെ ആഗ്രഹപ്രകാരമുള്ള പ്രാർത്ഥനകൾ, ആവശ്യങ്ങൾ നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അപ്പോൾ നാം ചിന്തിക്കും, ഞാൻ ഇന്ന് കടന്നു പോകുന്ന വേദനയ്ക്ക് ഒരു അറുതിയില്ലേ, ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്കൊരു മാറ്റമില്ല. ഉണ്ട് സഹോദര, പക്ഷെ അവയൊക്കെ മാറ്റങ്ങൾ അനുഭവമാക്കണമെങ്കിൽ ദൈവത്തിന് മഹത്വീകരിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരണം. ഇവയൊക്കെ അനുഭവമാക്കിയിട്ട് മറ്റാരോടും പറയാതെ, അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ ഇതൊക്കെ ദൈവകൃപയിൽ കിട്ടിയതാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനം, അവിടെ ദൈവം പ്രവർത്തിക്കുവാൻ കഴിയില്ല. നിന്റെ ജീവിതത്തിൽ ഇന്ന് നന്മകളാൽ വഴി നടത്തുന്ന ദൈവത്തെ മഹത്വീകരിക്കുന്നതോടൊപ്പം പ്രതിസന്ധികളുടെ മധ്യത്തിലും ആ വിശ്വാസത്തിൽ എന്നെ നടത്തിയ ദൈവം ഇന്നും വിശ്വസ്തനാണെന്ന് പറയുവാൻ കഴിയുമോ? കഴിയണം. അപ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി ഇവിടെ പറയുന്നത് പോലെ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കും. പക്ഷെ ആ യാചിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണമെന്ന് മാത്രം. സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്കും മഹത്വത്തിനു വേണ്ടി എന്ത് യാചിച്ചാലും അത് ലഭ്യമാകുകയില്ല. അപ്പോസ്തല പിതാന്മാർക്ക് അതിശ്രേഷ്ഠ കൃപകളും കൃപാവരങ്ങളും കൊടുത്തത് അനേകരെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുക മാത്രമല്ല, ദൈവത്തെ മഹത്വീകരിക്കത്തക്കണം. അന്ന് ആ കാലയളവിൽ അതിൻ്റെ ആവശ്യമായിരുന്നു. അവർ കടന്നുപോയ സാഹചര്യം അപ്രകാരമായിരുന്നു. ഇന്നും ആ കാലയളവിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ലോകമെമ്പാടും ക്രൈസ്തവ സമൂഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലേക്ക് നയിക്കാത്ത പല കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ നമുക്കൊരു ദൗത്യമുണ്ട്. അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്രകാരം നഷ്ടപ്പെട്ടു പോകുന്നവരെ കൂട്ടിക്കൊണ്ടുവരാനുള്ളൊരു ഉത്തരവാദിത്വം. അതിന് നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത വേണം. ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത നാം മനസ്സിലാക്കണം. നമുക്കറിയാം, നഹമാൻ്റെ ജീവിതത്തിൽ ആ നാമാനോട് പറയുന്നു, നീ ആ യോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിച്ചു കഴിയുമ്പോൾ നിനക്ക് സമ്പൂർണ്ണ സൗഖ്യം ലഭ്യമാകുന്നു. അങ്ങനെ അതിനു മുമ്പ് അവിടെ നടന്നിട്ടില്ല. പക്ഷേ നാമാൻ അത് അനുസരിക്കുക മാത്രമല്ല, 7 പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങി എണ്ണിച്ചപ്പോൾ അവൻ്റെ ശരീരത്തിലെ എല്ലാ കുഷ്ഠം മാറിയെന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്നോടോ നിങ്ങളോടോ കർത്താവ് മുഖാമുഖമായി വന്ന് പറഞ്ഞാൽ പോലും ഇപ്രകാരം ഒരു കാര്യം പ്രവർത്തിക്കാൻ നാം തുനിയുമോ? തുനിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോഴും എൻ്റെ കർത്താവിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമില്ലെന്നാണ്. റോമാലേഖനം 10:17 ഇപ്രകാരമാണ് പറയുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിൻ്റെ വചനം നാം ഗ്രഹിക്കുമ്പോൾ നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന വചനങ്ങളാണോ നമുക്ക് ലഭ്യമാകുന്നതെന്ന് എപ്പോഴും മനസ്സിലാക്കണം. എന്നെ കർത്താവിലേക്ക് നയിക്കുന്ന വചനമാണോ, അതൊരു വ്യക്തി അല്ലെങ്കിൽ ചില സാമൂഹ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണോ കേൾപ്പിക്കാനിടയായത് കേൾക്കുന്നതെന്ന് മനസ്സിലായാൽ നമുക്കറിയാം നമ്മെ യഥാർത്ഥ വിശ്വാസത്തിലേക്കാണോ നയിക്കുന്നത്. ഏറ്റവും അവസാനമായ എഫേസ്യ ലേഖനം 2:8-9 വായിക്കുമ്പോൾ, കൃപയാലാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിന്റെ ദാനമാകുന്നു. ദൈവത്തിന്റെ ദാനം. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. അതുകൊണ്ട് ഇന്ന് നാം ദൈവനാമ മഹത്വത്തിനായി നാം എന്ത് പടുത്തുയർത്തിയാലും
എൻ്റെ ജീവിതത്തിൽ കർത്താവിനുമായിട്ടുള്ളൊരു വിശ്വാസത്തിൻ്റെ പൂർണ്ണതയില്ലെങ്കിൽ, ആ കർത്താവിൻ്റെ കൃപ എൻ്റെ മേലില്ലെങ്കിൽ, നമ്മെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമുക്കൊരു യോഗ്യതയുണ്ടാകുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൻ്റെ എത്ര വലിയ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ കടന്നു പോകുന്നെങ്കിലും ഇന്ന് ഈ സമയത്ത് ദൈവസന്നിധിയിലൊന്ന് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ദൈവമേ, എൻ്റെ അവസ്ഥ ഇതാണ്, ഇതിന് മാറ്റുവാൻ കഴിയുമെന്നുള്ള വചനമാണ് ഇന്ന് ഞാൻ കേട്ടത്. ആ വചനപ്രകാരം എന്ത് യാചിച്ചാലും നൽകുമെന്ന് പറയുന്ന കർത്താവ് ഇത് ലഭ്യമായെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതെൻ്റെ ജീവിതത്തിലൊരു സാക്ഷ്യമായി മാറുവാൻ, അനേകരെ നിൻ്റെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ എന്നെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പറയാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സ്വർഗ്ഗനാഥ, എൻ്റെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വന്ന കർത്താവേ, വചനം കേൾക്കുവാൻ തന്നിരിക്കുന്ന സാവകാശത്തിനായ സ്തോത്രം കർത്താവേ. വചനം ഞങ്ങളിൽ ആഴമായി സ്പർശിക്കുക മാത്രമല്ല, എൻ്റെ വിശ്വാസത്തിൻ്റെ നിറവിൽ ഈ വചനത്തിൽ കൂടെ ഞങ്ങളെ ബലപ്പെടുത്തുകയും ഞങ്ങളുടെ സാഹചര്യങ്ങൾക്കും ഞങ്ങളുടെ പ്രതികൂല പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കത്തക്കോണം ഞങ്ങളുടെ വിശ്വാസം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവമാക്കുവാൻ, പ്രത്യേകിച്ച് അങ്ങേൽ പൂർണ്ണമായി സമർപ്പിതമായ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഈ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.